മിക്ക ദിവസങ്ങളിലും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും സിങ്ക് ഉണ്ടാവുക. അതിന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പടാപ്പാട് വിടേണ്ടത്. ചില സാധനം ഇട്ടാലൊന്നും പോവില്ല. ഈ ഒരു സാധനമല്ലേ ഈ ഡിഷ് വാഷ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അടുത്ത ലോക്കലിൽ പ്രൊഡക്റ്റ് ചെയ്യണ ഒരു സാധനമാണ്. നമ്മുടെ ഒരു പയ്യൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ തന്നെ ഫോർമുല എന്തൊക്കെ കണ്ടുപിടിച്ചിട്ട് അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. നമ്മൾ ഈ ഇമ്പോർട്ടഡ് സാധനമൊക്കെ കഴുകിട്ട് കൈയൊക്കെ വിളക്കാക്കണതിലും ഭേദം ഇത് അത്യാവശ്യം ഉപയോഗിച്ച് നല്ല റിസൾട്ടുള്ള സാധനമാണ്. ഇത് കണ്ടില്ലേ, ഞാൻ ഈ 2 പഴയ പ്ലേറ്റ് കുട്ടിയുടെ കുറുക്ക് പാക്ക് ഉണ്ടാക്കിയതും അതുപോലെ ഗ്രീസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്. എന്ത് ഈസായിട്ടാണെന്ന് അറിയാം എനിക്ക് കഴുകിയെടുക്കാൻ പറ്റിയത്. ചുമ്മാ ഇരുന്നിട്ട് ഒരു പരസ്യം പറയില്ല കേട്ടോ. ഞാനിത് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. ഇത് കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ ഫാമിലിയുടെ എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പം നമ്മുടെ ലോക്കലി പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം ഇവൻ ഇപ്പോൾ ലോക്കലിൽ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഇവനായിട്ട് ബന്ധപ്പെട്ടാൽ ഇവർ അത് കൊറിയറൊക്കെ അയച്ചു തരും. കൊറിയറിൻ്റെ ചെറിയ ഫീ കൊടുത്താൽ ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും മേടിച്ച് ഉപയോഗിച്ച് നോക്കും, പിന്നെ നിരന്തരം തന്നെ മേടിക്കും, ഞാൻ ഗ്യാരണ്ടി. ടി വിയിലെ പോലെ വെട്ടിത്തിളങ്ങണ വെന്മൊന്നും പറയില്ല, സംഭവം ഉഷാറാവുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഈ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പറാണ് താഴെ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു കിഡു സാധനമാണ്, ചുമ്മാ പറയല്ല കേട്ടാ. കാരണം ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. 145 രൂപക്കുള്ള വർത്തായിട്ടുള്ള സാധനമാണ്. വെറുതെ സൂപ്പും വെള്ളം കലക്കിയിട്ട് പറ്റിക്കണ പരിപാടി, നല്ല പക്ക ഫോർമുല ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഈ പയ്യൻ ഇത് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും അവർ പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ ലോക്കലിൽ. ഇത് നിങ്ങൾക്കുള്ളതാണ്.